ബി.ജെ.പിയുടെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി മുൻ CPIM MLAയും നിലവിൽ കോൺഗ്രസ് നേതാവുമായ ഐഷ പോറ്റി രംഗത്തെത്തിയിരിക്കുന്നു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വലിയൊരു വിവാദത്തിനാണ് ഇതോടെ തുടക്കമായിരിക്കുന്നത്. കൊട്ടാരക്കരയുടെ മുൻ ജനപ്രതിനിധി കൂടിയായ ഐഷ പോറ്റി തങ്ങൾക്കൊപ്പം ചേരാൻ ചർച്ച നടത്തിയെന്ന ബി.ജെ.പിയുടെ അവകാശവാദത്തെ അവർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അവർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ ഒരിക്കലും ബി.ജെ.പിയുടെ ഓഫീസിൽ പോയിട്ടില്ലെന്നും ബി.ജെ.പി നേതാക്കൾ തന്നെ ഷാൾ അണിയിച്ചെന്ന പ്രചാരണം പച്ചക്കള്ളമാണെന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു. ഇത്തരം നുണപ്രചാരണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അവർ വിശ്വസിക്കുന്നു. എങ്കിലും പല നേതാക്കളും തന്നെ വന്ന് കണ്ടിരുന്നു എന്ന വസ്തുത അവർ നിഷേധിച്ചില്ല. ബന്ധുക്കളുടെ വീട്ടിൽ വെച്ച ചില നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണെന്നും എന്നാൽ അത് പാർട്ടി പ്രവേശനത്തിനായുള്ള ഔദ്യോഗിക ചർച്ചകളായിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കി. ചെറുതും വലുതുമായ നിരവധി നേതാക്കൾ താനുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇതിൽ ബി.ജെ.പി നേതാക്കളും ഉൾപ്പെടുന്നു. ബി.ജെ.പിയിൽ നിന്ന് തനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു എന്ന കാര്യം മുൻപേ തുറന്നു പറഞ്ഞിട്ടുള്ളതാണെന്നും ഐഷ പോറ്റി ഓർമ്മിപ്പിച്ചു. പലരും തന്നെ തേടി വന്നിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ താൻ അങ്ങോട്ട് ചെന്ന് ആരോടും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ബി.ജെ.പി നേതാക്കൾ ഇങ്ങോട്ട് വന്ന് തന്നെ കാണുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യമെന്ന് അവർ കൂട്ടിച്ചേർത്തു. CPIM വിട്ട അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന ഐഷ പോറ്റിയെ പ്രതിരോധത്തിലാക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ബി.ജെ.പി നേതാക്കൾ അവകാശപ്പെടുന്നത്. ബി.ജെ.പി കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമനാണ് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ഐഷ പോറ്റി ബി.ജെ.പിയിലേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വൈക്കൽ സോമന്റെ ആരോപണങ്ങൾ അവിടെയും അവസാനിച്ചില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തുവിടുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കുകയും ചെയ്തു. ഇത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അടിയുറച്ച ഈശ്വര വിശ്വാസിയായ ഐഷ പോറ്റിയെ നിരീശ്വരവാദിയാക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും സോമൻ കുറ്റപ്പെടുത്തി. ഐഷ പോറ്റിയുടെ വിശ്വാസങ്ങളെ മുൻനിർത്തിയാണ് ബി.ജെ.പി ഇപ്പോൾ പ്രചാരണം നടത്തുന്നത്. ഏകദേശം ഒരു മാസം മുൻപാണ് ഐഷ പോറ്റി CPIM ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ച കോൺഗ്രസിൽ ചേക്കേറിയത്. നീണ്ട കാലത്തെ ഇടതുപക്ഷ ബന്ധം അവസാനിപ്പിച്ചാണ് അവർ മറുകണ്ഠം ചാടിയത്. 3 തവണ കൊട്ടാരക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നിയമസഭയിലെത്തിയ നേതാവാണ് ഐഷ പോറ്റി. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തോളമായി അവർ CPIM നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. പാർട്ടി പരിപാടികളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും അവർ പതിയെ മാറി നിൽക്കാൻ തുടങ്ങിയിരുന്നു. ഈ അകൽച്ചൊടുവിൽ പാർട്ടിയുമായുള്ള ബന്ധം പൂർണ്ണമായും അറുത്തു മാറ്റുന്നതിലേക്കാണ് എത്തിച്ചേർന്നത്. കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതായിരുന്നു ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം. UDFന് ഇത് വലിയ ഊർജ്ജമാണ് നൽകിയത്. എന്നാൽ ഈ നീക്കത്തെ തടയാനും ഐഷ പോറ്റിയുടെ വിശ്വസ്തത തകർക്കാനുമാണ് ബി.ജെ.പി ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. ബി.ജെ.പിയും CPIM തമ്മിലുള്ള ഒത്തുകളിയാണോ ഇതെന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഐഷ പോറ്റി ഉന്നയിക്കുന്ന വാദങ്ങൾ പ്രകാരം നേതാക്കൾ തന്നെ കാണാൻ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് ബി.ജെ.പിയിൽ ചേരാനുള്ള സമ്മതമായി വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് അവർ പറയുന്നു. ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ബി.ജെ.പി നേതാക്കൾ അത് പുറത്തുവിടാത്തത് എന്താണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നു. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയമാണ് ബി.ജെ.പി പയറ്റുന്നതെന്നാണ് ഇവരുടെ പക്ഷം. വരും ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ കടുക്കാനാണ് സാധ്യത. ഐഷ പോറ്റിക്കെതിരെ ബി.ജെ.പി ഉന്നയിച്ച തെളിവുകൾ പുറത്തു വരുമോ അതോ വെറും രാഷ്ട്രീയ പ്രസ്താവനയായി ഇത് ഒടുങ്ങുമോ എന്ന് കണ്ടറിയണം. കൊട്ടാരക്കരയിലെ വോട്ടർമാർക്കിടയിൽ ഈ വിവാദം എങ്ങനെയുള്ള സ്വാധീനം ചെലുത്തുമെന്ന് വരും തിരഞ്ഞെടുപ്പുകൾ തെളിയിക്കും. എന്തായാലും ഐഷ പോറ്റി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നുണപ്രചാരണങ്ങൾ കൊണ്ട് തന്നെ തളർത്താനാവില്ലെന്നും ജനങ്ങൾ സത്യം തിരിച്ചറിയുമെന്നും ഐഷ പോറ്റി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ബി.ജെ.പിയുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് അവർ നൽകുന്നത്.